പച്ചക്കള്ളം പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും. അതാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു നോക്കൂ. താങ്കൾ സാമുദായിക നേതാക്കന്മാരെ കാണാൻ പോകുന്നുണ്ടോ കാര്യം സംഭവിച്ചിട്ടുണ്ട്? അല്ലെ നേരത്തെ ഇതൊക്കെ നേരത്തെ എല്ലാ പരസ്യമായിട്ടല്ലേ പോകുന്നത്? പരസ്യം എന്റെ വാഹനം കേടായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ട് എന്റെ ടയറിലെ എയർ തീർന്നിട്ട് വേറെ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. വേറെ വണ്ടി കാക്കനാടുള്ള എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ട് വണ്ടി എടുത്ത് പോണ്. സിനഡിന്റെ ആസ്ഥാനത്ത് പോകാൻ വേണ്ടിട്ട് വേറെ വണ്ടി പോണതിന്റെ രഹസ്യമാണ്. നിക്ക് സന്ദർഭം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. രഹസ്യമായി ക്രൈസ്തവ മതപുരോഹിതനെ കാണാൻ പോയി. വി.ഡി. സതീശനാണ് പോകുന്നത്. വി.ഡി. സതീശൻ പോകുന്നത് എന്താണ് ഇത്ര വാർത്തയാകാൻ കാരണം? ഒരു സമുദായ നേതാവിന്റെയും തിണ്ണ നിറങ്ങില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്. അതേ വി.ഡി. സതീശനാണ് സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ കയറി രഹസ്യമായി ക്രൈസ്തവ പുരോഹിതനെ കാണാൻ പോയത്. അത് പിന്നീട് പിടിക്കപ്പെട്ടു, അത് വാർത്തയായി. അപ്പോഴാണ് ഈ ഉരുണ്ട് കളി നടത്തിയത് വി.ഡി. സതീശൻ. ഇന്നിതാ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 1.5 മണിക്കൂർ എൻ്റെ വീട്ടിൽ വന്ന് തിണ്ണ നിരങ്ങിയിരുന്നു വി.ഡി. സതീശൻ. ജി. സുകുമാരൻ നായരെ കൊണ്ട് പറവൂരിലെ NSSന്റെ പ്രധാനപ്പെട്ട നേതാവിനെ വിളിപ്പിച്ച് വി.ഡി. സതീശന് പിന്തുണ കൊടുക്കണം, എല്ലാ വീടുകളും കയറി ഇറങ്ങണം എന്ന് പറഞ്ഞു NSS ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായർ. അതനുസരിച്ച് NSS പ്രവർത്തകർ എല്ലാ വീടുകളിലും കയറി വി.ഡി. സതീശനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ, എന്ന് വെച്ചാൽ MLA ആയ ഉടനെ, ഒരു സമുദായ നേതാവിൻ്റെ മുന്നിലും മുട്ടുമടക്കില്ല, അങ്ങനെ ഒരു MLA ആയിരിക്കില്ല ഞാൻ എന്ന് അതേ പറവൂരിൽ പ്രസംഗിക്കുന്ന വി.ഡി. സതീശനെയാണ് കണ്ടത്. അതുകൊണ്ടാണ് NSS ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായർക്ക് നേരത്തെ നടന്ന സംഭവം വെളിപ്പെടുത്തേണ്ടി വന്നത്. ഇത് വി.ഡി. സതീശൻ്റെ സ്ഥിരം രീതിയായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. ഞാൻ പോയിട്ടുണ്ട് ആരെ കാണാൻ? NSS ജനറൽ സെക്രട്ടറിയെ കാണാൻ എന്ന്. ആ സന്ദർഭം ജി. സുകുമാരൻ നായർ പറഞ്ഞ സന്ദർഭം വിശദീകരിക്കുന്നുണ്ട് വി.ഡി. സതീശൻ. അതും കൂടി കേൾക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് അഭ്യർത്ഥിച്ചനുസരിച്ചിട്ടാണ് ഞാൻ പെരുന്നയിൽ പോയി അദ്ദേഹത്തെ കണ്ടത്. അതിനെന്താ കുഴപ്പം? അതിനുശേഷം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, ഞാൻ KC വേണുഗോപാൽ കൂടി അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹം സുഖമില്ലാതെ കിടന്നപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു കല്യാണ സമയത്ത് വെച്ച് അദ്ദേഹവും ഞാനുമായിട്ട് ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട്. അതെന്താ അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലായി. ഏത് വോട്ട് എന്ന് പറയുന്നത് അവരുടെ ആരെങ്കിലും കയ്യിലിരിക്കുന്നതാണ്. വോട്ട് ജനങ്ങൾ നൽകുന്ന വോട്ടല്ലേ. അപ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു. എന്തിനാണ് മറച്ചു പിടിച്ചത്? എന്തിനാണ് ഇക്കാര്യം പറയാതിരുന്നത്? ആ ചോദ്യത്തിനുള്ള മറുപടി വി.ഡി. സതീശന്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിക്കുന്നത് ശ്രീ വി.ഡി. സതീശൻ.